ലീഗ് എന്തോ വലിയ മോശം സംഘടനയാണെന്നുള്ള മാതിരി ഞാൻ ആലോചിച്ചു. ഞാൻ ഇപ്പൊ കഴിഞ്ഞ ദിവസങ്ങളൊക്കെ ഈ ചോദ്യം ചോദിക്കുന്നുണ്ട്. എന്റെ പഴയകാല സഹപ്രവർത്തകരോടാണ് ചോദിക്കാൻ ആഗ്രഹിക്കുന്നത്. ഞാൻ മുസ്ലിം ലീഗുമായി സഹകരിച്ചു കഴിഞ്ഞാൽ, ലീഗിന്റെ വേദികളിൽ പോയാൽ, കൊടപ്പനക്കൽ തറവാട്ടിൽ പോയാൽ, പാണക്കാട് തങ്ങളുടെ അടുത്ത് പോയാൽ ഞാൻ തീവ്രവാദിയാകുമെങ്കിൽ, ലീഗിനോട് സഹകരിച്ചാൽ ഞാൻ തീവ്രവാദിയാകുമെങ്കിൽ ബിജെപിക്കാരാ ഒറ്റ കാര്യത്തിനാണ് മറുപടി പറയേണ്ടത്. കഴിഞ്ഞ 75 വർഷക്കാലത്തെ ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിന്റെ പ്രവർത്തനത്തിൽ ഏതെങ്കിലും ഒരു മുസ്ലിം ലീഗിന്റെ നേതാവിനെ വിട്ടേക്കൂ, ഏതെങ്കിലും ഒരു മുസ്ലിം ലീഗിന്റെ ഒരു വാർഡ് കമ്മിറ്റി പ്രസിഡന്റിനെയെങ്കിലും രാജ്യദ്രോഹത്തിന്റെ പേരിൽ ഏതെങ്കിലും ഒരു പോലീസ് സ്റ്റേഷനിലേക്ക് കേസ് വേണ്ട SI ഒന്ന് സംശയത്തിന്റെ പേരിലെങ്കിലും വിളിച്ച് ചോദ്യം ചെയ്തിട്ടുണ്ടെങ്കിൽ ആ പേരിങ്ങോട്ട് പറഞ്ഞു തരണം. മറിച്ച് ഈ നാട്ടിലെ CPM-ഉം BJP-യും സഹകരിച്ചിട്ടുള്ള, നിങ്ങൾ കാലാകാലങ്ങളിൽ പിന്തുണച്ചിട്ടുള്ള പലരുടെ പേരിലും തീവ്രവാദ ആരോപണങ്ങൾ വന്നിട്ടുണ്ട്. നിങ്ങൾ സഹകരിച്ചിട്ടുള്ളവർ, നിങ്ങൾ കൈകൊടുത്തിട്ടുള്ളവരുടെ പേരിലാണ് തീവ്രവാദ ആരോപണം വന്നിട്ടുള്ളത്, ദേശദ്രോഹത്തിന്റെ ആരോപണം വന്നിട്ടുള്ളത്. ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിന്റെ ചരിത്രത്തിൽ എവിടെയും അതിന്റെ ഒരു പ്രവർത്തകനും ദേശദ്രോഹത്തിന്റെ പേരിൽ, തീവ്രവാദ പ്രവർത്തനത്തിന്റെ പേരിൽ, മതസാഹോദര്യം തകർക്കുന്ന ഏതെങ്കിലും ഒരു പ്രവർത്തനത്തിന്റെ പേരിൽ ഇന്നേ വരെ ഒരു കേസിലും പ്രതിയായിട്ടില്ല. സംശയത്തിന്റെ പേരിൽ ഒരു പോലീസ് സ്റ്റേഷനിലേക്ക് ഒന്ന് വിളിച്ച് ചോദ്യം ചെയ്യപ്പെടേണ്ട സാഹചര്യം പോലും ഉണ്ടായിട്ടില്ല എന്നുള്ളത് തന്നെയാണ് മുസ്ലിം ലീഗ് ഒരു മതേതര സമൂഹത്തിന് വേണ്ടി പ്രവർത്തിക്കുന്നു എന്നുള്ളതിന്റെ ഏറ്റവും വലിയ ഉദാഹരണം. പ്രിയപ്പെട്ടവരെ, ഞാൻ ദീർഘിപ്പിക്കാൻ ആഗ്രഹിക്കുന്നു.